നമ്മളിത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റില്ല, ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്, അതിൽ വേണം പോകാൻ. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വണ്ടികൾ വിടാത്തത്. അതുപോലെ തന്നെ ചെറിയ റോഡാണ്, വണ്ടികളെ കൊട്ടാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ഒരു സൈഡ് കടലും ഒരു സൈഡ് പുഴയായത് കാരണം തന്നെ നടുക്ക് കൂടി ചെറിയൊരു വരമ്പ് പോലത്തെ വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വന്നിറങ്ങുന്നത് തന്നെ സൂനീർ ഷോപ്പും റെസ്റ്റോറൻ്റൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ്. അതും കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നമ്മൾ കുറച്ച് നടക്കുമ്പോഴാണ് കത്തീഡ്രൽ എത്തുന്നത്. കത്തീഡ്രൽ ദി മാഗ്ലോൺ 1052 ഈ പള്ളി നിർമ്മിച്ചത്. ഈ പള്ളി പണിത സമയത്ത് നിന്ന് അധികം വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് ഈ പള്ളി ഇന്നും കാണാൻ പറ്റും. റൊമാൻസ് ആൻഡ് ഗോത്തിക് സ്റ്റൈലിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നിത് ഹിസ്റ്റോറിക് മോണ്യുമെന്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ്. അങ്ങനെ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു. നല്ല അടിപൊളി വ്യൂ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ലൈറ്റ് ഫുഡായിരിക്കും കഴിക്കുന്നത്, കാരണം പെട്ടെന്ന് പരിപാടി തീരും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു മയിൽ വന്നു. ഇത്രയും ഭംഗിയുള്ള ഒരു മയിലിനെ തൊട്ടടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ ട്രെയിനെടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്കിങ്ങിലേക്ക്. പാർക്കിങ്ങിൽ ചെന്നിട്ട് സൈക്കിൾ എടുത്തിട്ട് വേണം തിരിച്ചു വരാൻ. അങ്ങനെ തന്നെ ആ ഷട്ടിൽ ട്രെയിനിൽ നമ്മൾ നേരെ തിരിച്ച് പാർക്കിങ്ങിൽ പോയി വണ്ടിയിൽ നിന്ന് സൈക്കിൾ എടുത്ത് നേരെ ഒരു ബീച്ചിൽ വന്നേക്കാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം സൈക്കിൾ ഓട്ടി ഒരു അടിപൊളി ബീച്ച് കണ്ടുപിടിച്ച് അവിടെ എത്തി. വെക്കേഷൻ ടൈമിൽ ഞങ്ങളുടെ റൂട്ടീൻ ഇങ്ങനെയാണ്. കാലത്ത് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം കാണാൻ പോവുക, ഉച്ച കഴിഞ്ഞിട്ട് കടലിലോ ലേക്കിലോ കുളിക്കുക. അങ്ങനെ കടൽ തീരത്തിരുന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് വൈകുന്നേരം ചായ എല്ലാം കുടിച്ച് നേരെ തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക്. അപ്പോൾ ഈ വഴിയുടെ ഒരു സൈഡ് ചതുപ്പ് നിറഞ്ഞ സ്ഥലവും അപ്പുറത്തെ സൈഡ് കടലുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.